നിമിഷപ്രിയയ്ക്ക് വേണ്ടി കേന്ദ്രം ഇടപെടണം എന്നൊരു ആവശ്യമാണ് നിമിഷപ്രിയയുടെ കുടുംബവും നിമിഷപ്രിയയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഗവർണർ മോദിയോട് പറഞ്ഞാൽ, ഒരുപക്ഷെ മോദി ഇടപെട്ടാൽ നിമിഷപ്രിയയുടെ മോചനം ഏകദേശം ഉറപ്പാകും എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ പേരും. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അടക്കം ഇതിൽ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപ നൽകാം നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിനായി എന്നാണ് പറയുന്നത്. കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യത നമ്മൾ ഇന്നലെ ഇത് ചർച്ച ചെയ്യുന്നതാണ്. എങ്കിൽ പോലും അതിന്റെ സാധ്യതകൾ കൂടിക്കൂടി വരികയല്ലേ? ഇനി ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ. സാധ്യത കൂടിക്കൂടി വരികയെന്നല്ല, കേന്ദ്രം ഇടപെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സംഗതി. അതായത് യമനിൽ ഇപ്പോഴും ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ആശ്വാസകരമായ സംഗതി. കാര്യം യമൻ എന്ന് പറയുന്നത് ഒരു അരക്ഷിത രാഷ്ട്രമാണ്. എന്നിരുന്നാൽ പോലും അവിടെ ഇന്ത്യൻ എംബസി ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഇന്ത്യൻ എംബസിയിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിടരമണി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും നിമിഷപ്രിയയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ ഒരു പക്ഷേ ഇന്ത്യൻ എംബസി ഇടപെട്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സൂചന. നേരത്തെ തന്നെ അതായത് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട്. അപ്പോൾ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ തിങ്കളാഴ്ചക്കുള്ളിൽ മറുപടി തരണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തെ എതിർകക്ഷിയാക്കിയിട്ടാണ് ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കേസ് ഫയൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വിദേശകാര്യ മന്ത്രാലയം ഈ കാര്യത്തിൽ ഇടപെട്ടു. അത് ഈ പറയുന്ന ഇന്ത്യൻ എംബസിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ അവസാന ശ്രമം എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. 16-ാം തീയതിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വിവരവും കൂടി വരുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട യമനി പൗരൻ, അതായത് തലാൽ അബ്ദു മഹ്ദി എന്ന് പറയുന്ന ആ യമൻ പൗരൻ്റെ ആശ്രിതർ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അടക്കമുള്ളവർ ഈ പറയുന്ന ബ്ലഡ് മണി, അതായത് ദയാധനം എന്നാണ് അതിൻ്റെ മലയാളം, അത് വാങ്ങാൻ സന്നദ്ധമാണ് എന്ന തരത്തിൽ ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. സ്ഥിരീകരണമായിട്ടില്ല. നേരത്തെ ഉള്ള വാർത്തകൾ പ്രകാരം അവർ ഈ പണം വാങ്ങാൻ കൂട്ടാക്കുന്നില്ല, അവർ നിമിഷപ്രിയയുടെ വധശിക്ഷ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവർ പണം വാങ്ങാൻ തയ്യാറാണ് എന്നുള്ള സൂചനകൾ വരുന്നു. പക്ഷെ പണം എത്രയാണെന്നുള്ളത് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ ഇവിടെ ആക്ഷൻ കൗൺസിൽ അടക്കമുള്ളവർ തയ്യാറായിരിക്കുന്നത് $1 മില്യൺ, ഏകദേശം നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ 8.5 കോടി രൂപയോളം ആകും. അത് കൊടുക്കാൻ സന്നദ്ധമാണ് എന്ന തരത്തിൽ നമ്മൾ വാർത്ത നേരത്തെ തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ളവർ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തത്തിൽ അല്ലെങ്കിൽ പ്രവാസികൾ അടക്കമുള്ളവർ ഒരു ദിവസം ഒന്ന് മെനക്കെട്ടാൽ ഈ 8.5 കോടിയല്ല, അതിന് ഉപരിയായിട്ടുള്ള തുകയാണെങ്കിൽ പോലും നമുക്ക് സമാഹരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏക വെല്ലുവിളി ഇനി ദിവസങ്ങൾ കുറവാണ്, കഷ്ടിച്ച് ഒരാഴ്ച പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളിൽ പറയുന്ന പോലെ അവസാനവട്ട ശ്രമങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ നിമിഷപ്രിയയെ സുരക്ഷിതമായി നമ്മുടെ നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരാം എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ നിമിഷപ്രിയ വളരെ ആശങ്കയിലാണ് എന്നുള്ളതാണ്. നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് ഈ വധശിക്ഷ നടപ്പിലാക്കുന്ന വിവരം ജയിലധികൃതർ അറിയിച്ചതായി, അതായത് അവിടുത്തെ ജയിൽ വകുപ്പ്, അവിടുത്തെ ജയിൽ മേധാവി അറിയിച്ചതായി നിമിഷപ്രിയ തന്നെയാണ് ഭർത്താവ് ടോമി തോമസിനോട് ഫോൺ സന്ദേശത്തിലൂടെ, അതായത് വാട്സാപ്പ് സന്ദേശത്തിലൂടെ അറിയിച്ചത്. അപ്പോൾ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് സമാധാനമായിട്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള മറുപടി ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു വധശിക്ഷ ദിവസങ്ങൾ എണ്ണി കഴിയുക എന്ന് പറയുന്നത് വലിയ മാനസിക ആഘാതം ഉണ്ടാക്കുന്നതാണ്. ആ ഒരു അതിസങ്കീർണമായ അതീവ ദുർഘടമായ ദുരന്തം പിടിച്ച ഒരു ജീവിത സാഹചര്യം ഇപ്പോൾ നിമിഷപ്രിയ ജയിലിൽ കഴിഞ്ഞുകൊണ്ട് നേരിടുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന സംഗതി. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, യമനിലെ ഒരു ലോകത്തെ തന്നെ ഏറ്റവും കുപ്രസിദ്ധി നേടിയ ഒരു ജയിലാണ് യമൻ ജയിൽ എന്ന് പറയുന്നത്. അവിടെ ആളുകളെ ഏറ്റവും കൂടുതൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു ജയിൽ കൂടിയാണ്, ഒരു രാജ്യം കൂടിയാണ് യമൻ എന്ന് പറയുന്നത്. കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുക, നട റോഡിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുക, ഇതൊക്കെയാണ് അവരുടെ വധശിക്ഷ രീതികൾ എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ കുറച്ച് കാലം കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ട് ഇപ്പോൾ ഈ റെഡ് കാർപ്പറ്റ് വിരിച്ച ഒരു ഇതിലേക്ക് വധശിക്ഷയ്ക്ക് വിധിച്ച ആളിനെ കൊണ്ടു നിർത്തുന്നു, കണ്ണൊക്കെ കെട്ടി, എന്നിട്ട് കമിഴ്ന്ന് കിടക്കാൻ പറയുന്നു. കമിഴ്ന്ന് കിടക്കുമ്പോൾ നട്ടലിലേക്കാണ്, അത് ഈ ഹൃദയവും ഇതും കൂടി ചേരുന്ന ഭാഗത്തേക്കാണ് വെടിയുതിർക്കുന്നത്. വെടിവെച്ചാണ് ഇവരുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ കൊലപാതകത്തിനും ബലാത്സംഗത്തിനുമാണ് അവിടെ വധശിക്ഷ. കൊലപാതകത്തെ കുറിച്ച് പറയുമ്പോൾ ഈ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആളുകൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല. അത് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കൊലപാതകം നടന്നത് 2017-ലാണ്.
2017 അതായത് ഈ തലാൽ അബ്ദുൽ മഹ്ദി എന്ന് പറയുന്ന യമൻ പൗരൻ, അത് നിമിഷപ്രിയയുടെ സ്പോൺസറാണ്. അവിടെ രേഖകൾ പ്രകാരം നിമിഷപ്രിയയുടെ ഭർത്താവാണ്. ഈ തലാലിന് അവിടെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിമിഷപ്രിയ അതിൽ പറയുന്നത് അവർ ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്നതിന് രേഖകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേണ്ടി മാത്രം ഇയാളെ വിവാഹം കഴിച്ചു എന്നുള്ള രേഖയുണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷേ ഈ തലാൽ ഒരു ലഹരിക്ക് അടിമയായിട്ടുള്ള ആളാണ്. ഇയാളിൽ ആ ഒരു ഇതിൽ വന്നിട്ട് നിമിഷപ്രിയയെ ശാരീരികമായി ലൈംഗികമായിട്ടൊക്കെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് നിമിഷപ്രിയ പറയുന്നത്. ഇയാളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഈ മയക്ക് മരുന്ന്, കൃത്യമായി പറഞ്ഞാൽ അനസ്തീസിയ, അതിനുള്ള മരുന്ന് കുത്തിവെച്ച് ഇയാൾ ഉറക്കം ഉണർന്നില്ല. അപ്പോൾ ഭയപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ശരീരം കഷണങ്ങളാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി ഇട്ട് എന്നുള്ളതാണ്. ഇവരുടെ ഒരു സഹായിയുണ്ട്, ഹനാൻ എന്നാണ് പേര്, ഫിലിപ്പീൻ സ്വദേശിയോ മറ്റുമാണ്. അവരും ഈ കേസിൽ പിടിക്കപ്പെടുന്നു. അവർക്ക് വധശിക്ഷയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. അവർ ജയിലിൽ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇവർ നിമിഷപ്രിയ ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം ഇവർ താമസിച്ചിരുന്ന പ്രദേശത്ത് നിന്ന് ഒരു 200 കിലോമീറ്റർ മാറി മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് പോയി. അപ്പോൾ ഈ പറയുന്ന തലാലിൻ്റെ ബന്ധുക്കൾ ഇയാളെ കാണുവാനില്ല എന്ന തരത്തിൽ അന്വേഷണമൊക്കെ നടത്തിയപ്പോഴാണ് ഈ കൊലപാതകം കണ്ടെത്തുന്നത്. ഈ വാട്ടർ ടാങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങളെ കണ്ടെത്തുന്നത്. പിന്നെ പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ ആശുപത്രി അധികൃതരാണ്, അതായത് നിമിഷപ്രിയയെ ഇപ്പോൾ ജോലിക്കെടുത്ത ആശുപത്രി അധികൃതരാണ് പോലീസിൽ വിവരം അറിയിക്കുക. അങ്ങനെ 2017 നിമിഷപ്രിയ പിടിയിലാകുന്നത്. അങ്ങനെ 2020 ജൂലൈയിലാണ് ഇതിൻ്റെ വിചാരണ നടപടികളൊക്കെ പൂർത്തിയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. അതിനുശേഷം ഈ പറയുന്ന ഒരു 5 വർഷ കാലയളവിൽ ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ് നിമിഷപ്രിയ എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും ഈ പറയുന്ന വധശിക്ഷ നടപ്പിലാക്കാൻ തന്നെയാണ് തീരുമാനം. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉത്തരവ്, ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് അധികൃതർക്ക് കിട്ടിയിട്ടുണ്ട്. 5 വർഷക്കാലമായി ആ പെൺകുട്ടി ജയിലിലാണ്. നിമിഷപ്രിയ അവിടെ ഒരു ലീഗൽ ഫൈറ്റ് ഒക്കെ നടത്തി നോക്കിയിരുന്നു 2023. പക്ഷേ യമൻ ജുഡീഷ്യൽ കൗൺസിൽ നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളിക്കളഞ്ഞു. അതായത് വധശിക്ഷ ഒഴിവാക്കണമെന്ന തരത്തിൽ അപ്പീൽ കൊടുത്തിരുന്നു. പക്ഷേ ആ അപ്പീൽ തള്ളിപ്പോയി. അപ്പോൾ ഈ വധശിക്ഷ എന്നെ സംബന്ധിച്ച് അവർ അന്തിമമായി തീരുമാനമെടുത്തു. പക്ഷേ ഇത് അവിടുത്തെ ഒരു നിയമം അനുസരിക്കുന്ന പ്രകാരം ഈ വധശിക്ഷ ഒഴിവാക്കണമെങ്കിൽ ഈ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ മാപ്പ് നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കി കിട്ടും. അപ്പോൾ മാപ്പ് നൽകണമെങ്കിൽ അവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഈ ബ്ലഡ് മണി, ചോരപ്പണം, ദയാധനം എന്നൊക്കെ പറയുന്ന പണം സ്വീകരിച്ചിട്ടാണ്, അത് വേണ്ടെന്ന് വെക്കുന്നവരും ഉണ്ടാകാം, എന്നാലും അവരാവശ്യപ്പെടുന്ന പണം കൊടുത്തിട്ട് വേണം അവർ ഈ മാപ്പ് പുറത്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നേരത്തെ അവർ ആ പണം സ്വീകരിക്കാൻ തയ്യാറാകില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു സൂചന കിട്ടി, അവർ പണം സ്വീകരിച്ചേക്കും എന്നുള്ളത് പറയുന്നു. പക്ഷേ എത്ര തുകയാണ് അവർ ആവശ്യപ്പെടുന്നത്, ഭീമാകാരമായ തുകയാണോ അവരുദ്ദേശിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴുള്ള ഏക വഴി ഈ ബന്ധുക്കളെ വിശ്വാസത്തിലെടുക്കുക. നേരത്തെ അതിനു വേണ്ടിയിട്ട് ഈ തലാലിൻ്റെ ബന്ധുക്കളെയൊക്കെ കാണാനായിട്ട് പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അവർ വഴങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇപ്പോൾ അവസാന നിമിഷം ഏതെങ്കിലും തരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം, അതിനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞ് നമ്മൾ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ്. ഏതായാലും ആ ഒരു വഴിയും ഇപ്പം നമ്മൾ നോക്കുന്നുണ്ട്.